അപ്പം നമ്മളിന്ന് അമ്മയ്ക്ക് കല്യാണത്തിന് കൊടുത്ത ചെമ്പും ഉരുളിയും വിൽക്കാൻ പോവാം. അത് രണ്ടും ഇവിടെ വെറുതെ ഇരിക്കുക, ഒരാവശ്യമില്ല. നമ്മളിന്നത് വിൽക്കും, കാശാക്കും. മാമിക്കത് വിറ്റപ്പോൾ എങ്ങാണ്ട് 6000 രൂപ എങ്ങാണ്ട് കിട്ടിയെന്നാണ് കേട്ടത്. അത് കേട്ടപ്പോൾ തൊട്ട് ഞാനത് വിൽക്കാൻ നോക്കിയിരിക്കും. നമ്മളത് വിൽക്കാൻ പോകാം കേട്ടോ. അപ്പോൾ എടുക്കാം. എന്തോനാടാ മേളിൽ കയറി നിൽക്കുന്നത്? എന്തിനാടാ ഉരുളിയൊക്കെ എടുക്കുന്നത് നീയാ? അമ്മയുടെ ഓട്ടുരുളി വെറുതെ ഇരിക്കുമല്ലേ, അതിനെന്താ വേണം? വിറ്റാലോ? എടാ എനിക്കത് അമ്മ കല്യാണത്തിന് മേടിച്ചു വന്നാടാ ലീലാമ്മ. നിനക്ക് എന്താ രസമോ? നിനക്ക് ഇത് എന്തിനാ വെറുതെ ഇരുന്നിട്ട്? ഇരുന്നോട്ടെ വെറുതെ. അമ്മ വിറ്റാ കാശ് കിട്ടും. അച്ഛൻ അറിയണ്ട, നമുക്ക് കണ്ടോക്കും പോയി വിൽക്കാം. അയ്യോ എന്തോണ്ടാടാ, അമ്മയുടെ ഓർമ്മയ്ക്ക് വെച്ചേക്കുവാടാ ഇതൊക്കെ. ഒരു കുട്ടവും ഒക്കെ ഉണ്ട് മോനെ. അങ്ങ് രണ്ടും കൂടെ വിറ്റാലോ? എന്തോ എടുക്കാനാ ഇത് വെച്ചിട്ട് നീയാ? കാശ് കിട്ടും. ആണോ? ആര് പറഞ്ഞു മോനോട് വിൽക്കാം? ഞാൻ വിൽക്കാനിരുന്നതാ മോനെ. ആരും അറിയാതെ വിൽക്കായിരുന്നേ. തെങ്കുമാമി കൊണ്ടുവന്ന് വിറ്റ് 7000 രൂപ കിട്ടി മോനെ. അപ്പം അച്ഛൻ കുടിക്കത്തില്ലേ? അച്ഛനോടൊരു കാര്യം പറയാം. നൈസായിട്ട് അമ്മ പിടിച്ചു മാറ്റണം. അതല്ല, കിഴുത്ത വീടെന്ന് പറയാം. കിഴുത്ത വീണെന്ന് പറയാം. വെറുതെ ഇരുന്ന് കിഴുത്ത വീണെന്ന് പറയാം. ഇതൊക്കെ കൊണ്ട് കൊടുത്താല് വെറുതെ ഇരിക്കില്ലേ? ചുമ്മാ പുതിയ പാത്രം അതല്ല. എന്തിനാ? പിന്നെ എല്ലാം കഴിഞ്ഞു മോനെ. ഇത് വിറ്റിട്ട് അമ്മയ്ക്ക് ഒരു എയർ ഫ്രയർ മേടിച്ചതാ മോനെ. എന്തിനാ എയർ ഫ്രയർ? അമ്മയ്ക്ക് തീയലി ചൂടാക്കാനോ? ഇവിടെ അമ്മ എങ്ങാണ്ട് മേടിച്ച ബിരിയാണി ചെമ്പില്ലേ 10 പേർക്ക് 10 കിലോ അരി കൊള്ളുന്നേ. 5 കിലോ കൊള്ളുന്നത്. എന്തിനാ 5 കിലോ അരി? എന്തിനാ? വെള്ളം തിളപ്പിക്കാനോ? അത് മേടിച്ചൂടെ വെറുതെ വെച്ചേക്കോ വെള്ളം തിളപ്പിക്കാന്. ഉണ്ടാക്കുമ്പോ എടുക്കുന്നില്ലയോ? വേറൊരു സാധനം ഉണ്ടല്ലോ. എന്തുവാ? ഉണ്ണിയപ്പത്തിന് സംഭവം എന്തേ? ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്, കൊഴക്കട്ട ഉണ്ടാക്കാന്. അതും കൂടെ എടുക്കാം, എല്ലാം കൊണ്ടങ്ങ് വിൽക്കാം. അതിവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഭംഗിക്ക് മേടിച്ചു വെക്കുന്നതാ ഉണ്ണിക്കുട്ടാ. അപ്പം നമ്മൾ ഇതെല്ലാം കൊണ്ട് വിൽക്കും. മനസ്സ് മാറിയോ? സെന്റിമെന്റ്സ് ആണോ? ഇതവിടെ വെക്ക്. ഇത് വിൽക്കാനൊന്നുമല്ല. ഇതെന്തിനാ പിന്നെ? ഇത് ചുമ്മാതെ മേടിച്ചു വെച്ചേക്കുന്നതാ. വല്ലപ്പോഴും കൊതി ആവുമ്പോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ കൊതി ഇല്ല, ഇനി എപ്പോഴാണോ കൊതി വരുന്നത്? എന്തായാലും ഒന്ന് തൂക്കി നോക്കാം. ഞാനിവിടെ വരട്ടടാ. ഇത് എവിടെ കൊണ്ടുപോവാടാ? ഇത് എന്തോ പറയാനാന്ന് പറ. എന്താടാ? അയ്യോ, തൂക്കിയൊക്കെ കൊണ്ടുപോകുന്നു. 600 കൂട്ടിയാ മതി. 1 കിലോയ്ക്ക് 500 രൂപയോ? 1 കിലോ. അപ്പം 8 കിലോ വേണ്ടല്ലേ? 8 ഇൻറ്റു 5 4000 രൂപ. മോനെ, അമ്മ പെട്രോൾ അടിക്കാനുള്ള പൈസയൊക്കെ തരാം. അപ്പൊ കുട്ടകം കൂടെ ഒന്ന് തൂക്കി നോക്കാം. കുട്ടകം കൂടെ പൊക്കിയാലോ? അച്ഛനോട് പറ കുട്ടകം വേണം, വെള്ളം തിളപ്പിക്കാന്ന് പറഞ്ഞിട്ട് പൊക്ക്. കുട്ടകം കൂടെ കൊണ്ടുപോവാ. അച്ഛൻ ഇപ്പൊ ഓടിക്കത്തില്ലയോ മോനെ ഇതൊക്കെ? അമ്മ എന്തായാലും പറഞ്ഞ കുട്ടകം പൊക്ക് ചെല്ലി. വയ്യ എന്റെ പൊന്നു ദൈവമേ. നീയും കൂടെ വടയേർക്ക. വെള്ളം ചൂടാക്കാനാന്ന് പറയാം. ബിരിയാണി വെക്കുന്ന ചെമ്പുണ്ട് വെള്ളം തിളപ്പിക്കാൻ. ഇനി എയർ ഫ്രയർ വേണമായിരിക്കും തീയൽ ചൂടാക്കാൻ. പിന്നെ ഉണ്ണിയപ്പം എന്തിനാ? കുഴക്കട്ട ഉണ്ടാക്കാൻ. അല്ല എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവിടെ? അല്ല എന്തെങ്കിലും അറിയാവോ ഉണ്ടാക്കാൻ? ഇതെല്ലാം കൊണ്ടങ്ങ് വിൽക്കാം നമുക്ക്. നീ വായി വെച്ചല്ലയോ ഇപ്പം തിന്നുന്നത്? നീ ഉണ്ടാക്കുന്നതല്ല. പാത്രം ഒന്നും വേണ്ട, എല്ലാം ഓർഡർ ചെയ്യാം. എല്ലാം കൊണ്ടങ്ങ് വിറ്റാലോ? ഇപ്പോഴത്തെ കാലത്ത് ഞങ്ങളൊക്കെ തിന്നു. ഇനി വരുന്നവരോ ഓർഡർ ചെയ്തും കഴിച്ചോളാം. നിങ്ങൾ ഒന്നും കാണത്തില്ല. കുട്ടം സെറ്റ് ചെയ്യാമേ. എനിക്ക് വെള്ളം ചൂടാക്കാൻ ആ കുട്ടവും മേളിൽ നിന്നൊന്ന് എടുത്തു തരാവോ? കുട്ടകം കുട്ടകം പൊക്കി പോകുന്നു. മീശമാധവൻ എന്നാ ചോറ് വിളമ്പി വെച്ചേക്കുന്നു. 1 മണിക്കൂറായി. പോയി കഴിക്ക്. എടുക്കടാ, എളുപ്പം എടുക്കടാ ഉണ്ണിക്കുട്ട. എളുപ്പം എടുക്ക്. അപ്പം നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ട് അമ്മയുടെ ഉണ്ണിയപ്പം വരെ നമ്മൾ മുക്കിയിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് ഡിക്കിക്കകത്ത് വെക്കാം. അതാകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പിന്നെ നോ പറയത്തില്ല. ഓക്കെ, ഇനി അത്
പൊക്കാൻ പറ്റുന്ന എല്ലാം പൊക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ലോഹങ്ങളുടെ നാടായ മാന്നാറിലേക്ക്. എടുക്കട്ടെ, നല്ല കാശ് കിട്ടും. ഒരു വിളക്ക് പോലെ ഇവിടെ കത്തിക്കാൻ, ബാക്കി വിളക്കെല്ലാം നോക്ക് എല്ലാം അങ്ങ് നശിപ്പിക്കാൻ നടക്കുന്നു. ഈ വീട് ഉൾപ്പെടെ ഞങ്ങളെ കൂടെ കൊടുക്കണ എന്നാ പിന്നെ ഏറ്റവും നല്ലതാ. ഇതാരടാ പുറകെ 2 ചെമ്പ് കൊണ്ട് വെച്ചേ? പുറകെ 2 ചെമ്പ്. ഒന്നിന് വില കിട്ടും, ഒന്നും കിട്ടത്തില്ല. നീ നിനക്കതൊക്കെ തോന്നും. വിലയില്ലെന്ന് അമ്മയ്ക്ക് കൊറേ പറയും. 2 ചെമ്പ് ആരാ? 10,000 രൂപയ്ക്കുള്ള കണ്ടില്ലേ? 10. ഇനിയുണ്ട്, കുറച്ചുകൂടെ കൂട്ടണം മോനെ. 5 എനിക്ക്. മോൻ അവിടെ ചെന്ന് അച്ഛനോട് പറയരുത്. 5 എനിക്ക്. അച്ഛനോട് പറയരുത്. ഇല്ല. വേണ്ട, അച്ഛനോട് പറയരുത്. അച്ഛനോട് എത്ര പറയും മോനെ? 5000. 2000 വേണ്ട, 5000 ഇരുന്നോട്ടോ, അത് മതി മോനെ. അമ്മയ്ക്ക് ഇത് മേടിച്ചതാടാ, നമുക്ക് കച്ചവടം തുടങ്ങാം. ഇതിന്റെ ചെറിയ ഒരെണ്ണം മേടിച്ചിട്ട് ഇന്നേ വരെ ഒരു ഉണ്ണിയപ്പം പോലും ഉണ്ടാക്കി. ഇത് മേടിച്ചു തരുവാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ ഉണ്ടാക്കാം. കട വിൽക്കാൻ. ഇത് എടുക്കാവോ? എന്തോ ബിയറടിക്കുമ്പോ അച്ചാറ്. അയ്യോ, ഇതാ ഉള്ളല്ലോ ഓർമ്മ. വെയിറ്റ് ഇല്ല. വെയിറ്റ് ഇല്ല. കറക്റ്റ്. ഇത് ഒരെണ്ണം എടുത്തോ. ഇത് നമ്മൾ എടുത്തിരിക്കുന്നു. നിനക്ക് നല്ല ചൊറിച്ചിലിന്. അമ്മയുടെ തൊലിക്ക് പറ്റിയതാ. നിനക്കാ നറ്റിയത്. കേക്കത്തില്ല. എന്നാലും ഇതെന്തുവാ മോളെ? ഇത് ബിരിയാണി പോട്ട്. അവിടെ ബിരിയാണിക്ക് ചിക്കൻ കറിയൊക്കെ വെക്കാനും അതും കൊക്കൊന്നും കൊള്ളത്തില്ല. നല്ലതല്ലേ? വെറുതെ എന്തിനാ കിഴമടി? തിന്നിട്ടില്ല. ചിക്കൻ വെക്കും, അത് കാണത്തില്ല, പാത്രം കാലിയാകുന്ന കാണാം. അവർക്ക് ഇഷ്ടം. വെറുതെ പാത്രത്തെ പറയിപ്പിക്കാൻ. നിങ്ങൾ തിന്നുന്നില്ല. ഉണ്ടാക്കി കൊളവാക്കിയ പാത്രം. വേണ്ട മോളെ, ബാ നമുക്ക് അവിടെ പോവാം. അമ്മ ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പ് എടുത്തിട്ടുണ്ട്. എത്ര? 16 ലിറ്റർ. എന്ത്? 17ന്റെ. എന്തിനാ? വെള്ളം തിളപ്പിക്കാനായിരിക്കും. നീ തിന്നത്തില്ല ബിരിയാണി വെച്ച്. എല്ലാത്തിനും കുറ്റവും പറയരുത്, തിന്നുകയും ചെയ്യും. അമ്മയുടെ ബിരിയാണി ചോറിനകത്ത് കറി ഒഴിച്ച് തരിക. എന്തിനാണ് ഇതൊക്കെ മേടിക്കുന്നത്? എന്തിനാ? അതുണ്ട്. ഇതാണോ ഇതെന്തിനാ? എന്താ ഉണ്ടാക്കുന്നത്? കറി വെക്കുന്ന മോനെ. മറ്റേതങ്ങ് പോയി മോളെ, അവിടുത്തെ മറന്നു പോയി. ഇന്ന് എടുത്തോണ്ട് വരാം. ഇതെടുത്ത് കൊണ്ട് മോളെ. മോളെ, പാലപ്പം ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടോ? അതിന് പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാ ദിവസവും ദോശയല്ലേ ഉണ്ടാക്കുന്നത്? എത്ര നാളായി പാലപ്പം അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട്? എല്ലാ ദിവസവും ദോശ അല്ലെങ്കിൽ പുട്ട്. 1880 ആകും ഇതിനോ? എല്ലാ ദിവസവും ദോശ ഉണ്ടാക്കും, അല്ലെങ്കിൽ പുട്ട്, അല്ലെങ്കിൽ റവ, എന്നിട്ട് പാലപ്പച്ചട്ടി. ഇതിനെത്രയാവും? ഇത് എന്തൊരു വെയിറ്റാ മോളെ? എന്ത് പൊടി പെണ്ണേ ഇത്? ഒരു 5 അരി ഇട്ട് വെക്കുന്ന ഒരു കലം. ഇച്ചിരി വലുതാ മോളെ. ഒരു വിസ്താരം വേണ്ടായോ? അത് 5 ആണോ? അത് എന്താ കലത്തിനകത്ത് കയറി ഇരുന്ന് കുളിക്കാനാണോ? പിന്നെ കുളിച്ച് അത് കറക്റ്റ് ആണോ മോളെ? പഴയ മോളെ നല്ലോണം കിടന്നൊന്ന് വേവാന്. അടപ്പവും കൂടെ നല്ലോണം കിടന്ന് വേവാന്. ഇത് 5 തോന്നുന്നു. അതിന് പൈസ കളയുന്ന ഓരോ വഴിയേ. ആവശ്യമില്ലാതെ എന്തൊക്കെ മേടിച്ചെന്ന് കാണിച്ചു തരാം. ഇതായത് എത്ര കിലോയുടെ? 5 കിലോയുടെ ബിരിയാണി ചെമ്പ് വെള്ളം തിളപ്പിക്കാൻ. ഒരിക്കലും ഉണ്ണിയപ്പം ഉണ്ടാക്കാതെ ഉണ്ണിയപ്പക്കാര. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ണിയപ്പം ഉണ്ടാക്കുവോ?
ആ പിന്നെ ഞാൻ തിന്നിട്ടില്ല, അമ്മ ഉണ്ടാക്കി തിന്നിട്ടില്ല ഉണ്ണിയപ്പക്കാരൻ വെറുതെ. ഇത് എനിക്കാ കേട്ടോ ജ്യൂസ്. പിന്നെ ഇതെന്തിനാമേ? തേങ്ങ വറക്കാൻ. എന്തോ തേങ്ങ വറക്കാനാ. ഇത് ഉപയോഗിക്കും, തേങ്ങ വറക്കാനൊക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കും. ഇതെന്തിനാ? അത് മീൻ കറി വെക്കാനാ. ഏത് മീന്? ഇപ്പൊ ഉണ്ടല്ലോ ഓൾറെഡി ഒന്ന്. അതിന്റെ ഒരു 2 കിലോ ഒക്കെ വെക്കാനാ. 2 കിലോയുടെ മീൻ ഇവിടെ മേടിച്ച്. മീന് വില കൂടിയ കാരണം ഉണക്കമീൻ മറക്കുന്ന അമ്മയാ 2 കിലോയുടെ മീൻ മേടിക്കുന്നത്. ഇപ്പൊ മീന് വില കുറവാ, നീ അതൊന്നും പറയണ്ട. ഇതെന്തുവാ? ചോറ് വെക്കാൻ 5 അരി. 5 കിലോ അരിയുടെ ചോറ് വെക്കാൻ. ഇത് 3 നാഴി. എങ്കിൽ പിന്നെ ഒരെണ്ണത്തിനകത്ത് കറക്റ്റ് അരി അളന്നും കിട്ടാ പോരെ, എന്തിന് 2 കലം? നിനക്കിതൊന്നും അറിയണ്ട, നിനക്ക് കുറ്റം പറയാൻ അല്ലേ? അല്ലെ ഇത് 5 ഇത് 3 നാഴി. ഈ 5 നാഴി മേടിച്ചിട്ട് ഇതിനകത്ത് 3, 4, 5 വിടാലോ. അപ്പൊ പിന്നെ 2 എണ്ണം എന്തിനായിരുന്നു? വീട്ടിലെ പാത്രം വേണ്ടത് പെണ്ണുങ്ങൾക്ക് അറിയാം. പിന്നെ കുറ്റം പറയാൻ നിങ്ങൾക്ക് മാത്രം. ഇതിനകത്ത് എന്തോ കുറ്റം ഇരിക്കുന്നത്? ഈ കലത്തിനകത്ത് 3 കിലോ ഇടാം. ഇവിടുത്തെ ആൾക്കാർ കഴിഞ്ഞ ആരെങ്കിലും അതിനെപ്പറ്റി വരുവാണെങ്കിൽ അതാ അപ്പൊ ഇത് ഒറ്റ ഒരെണ്ണം പോരായോ? അപ്പൊ പിന്നെ എന്തിനാ 3 നാഴി അരി എടുത്ത് ഇത്ര ഊറ്റാൻ നടക്കുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല, ചുമ്മാ വെറുതെ കാശ്. എന്റെ അമ്മ കൊണ്ടുവന്ന് ഉള്ളിയും ചെമ്പും. ഇത് ഞാൻ മേടിച്ച കേട്ടോ മാഗി ഉണ്ടാക്കാൻ. അതിന്റെ പൈസ എനിക്ക് തരണം. മാഗി ഉണ്ടാക്കാൻ എന്റെ അമ്മുമ്മ തന്ന ചെമ്പ. അപ്പൊ അതിനകത്ത് എനിക്ക് ഷെയർ ഉണ്ട്. എന്താ ഇന്ത്യൻ നിയമപ്രകാരം മറ്റേ ഈ ഇതെന്ത് പറയുന്നത്, പാരമ്പര്യമായി വരുന്ന സാധനങ്ങൾക്കെല്ലാം മക്കൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അമ്മ തന്ന ചെമ്പിൽ എനിക്ക് അവകാശമുണ്ട്. 1000 രൂപയുടെ പെട്രോൾ അടുപ്പിച്ച് എന്നെ കൊണ്ട് 1000 രൂപയുടെ ഇവിടുന്ന് 6 വരെ ചെന്നതിന് ചരിവം കൊണ്ട് എന്റെ വണ്ടി സ്ക്രാച്ച് ആക്കി. അത് ഇനിയും കാശ് വേണം. അപ്പം ബൈ.